നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. ഇന്ന് പാതി ഓർമ്മകൾ എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. നേരെ നമുക്ക് കഥയിലേക്ക് പോകാം. വൃദ്ധസദനത്തിലെ തൻ്റെ മുറിയുടെ ജനലിനരികിൽ ദിവസവും ഒരേ സമയം അനന്തതയിലേക്ക് നോക്കിയിരിക്കുന്ന 72 വയസ്സുകാരി ഭവാനിയമ്മ. അവരുടെ കയ്യിൽ എല്ലായ്പ്പോഴും ചെറിയ തുണിത്തുണ്ടിൽ കെട്ടിവെച്ച ഒരു ചാവിയുണ്ട്. ഈ ചാവി കൊണ്ട് തുറക്കാനായി അവർക്ക് ഇനി ഒരു വാതിലുമില്ല എന്ന യാഥാർത്ഥ്യം അവർക്കറിയില്ല. എന്നാൽ മറക്കാതെ പിടിച്ചു നിൽക്കുന്ന ഒരേ ഒരു ബന്ധം പോലെ അവർ അതെപ്പോഴും തൻ്റെ കയ്യിൽ സൂക്ഷിക്കും. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറും, പക്ഷേ ആരെയും അറിയില്ല. കൂടെയുള്ള എല്ലാവർക്കും കയ്യിലുള്ളതൊക്കെ കൊടുക്കും, പക്ഷേ ഈ ചാവി തൊട്ടുള്ള കളി മാത്രം ഇല്ല. അതാരെങ്കിലും ചോദിച്ചാൽ പിന്നെ ഭാവം മാറും. എൻ്റെ മോന് കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കും. രാഹുൽ മിക്ക ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ ഇവിടെ വരും. അമ്മ ഞാൻ ആരാണെന്ന് ഓർക്കുന്നോ എന്ന് പതിയെ ചോദിക്കും. ഭവാനിയമ്മ ചിലപ്പോൾ ചിരിക്കും, ചിലപ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ട് പറയും, എനിക്കൊരു ഒരാളുണ്ട് വരാൻ. അവൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ വരുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ ഒരു വേദന വിട്ടു തന്ന് അവൻ പോകുന്നു. അവൻ എപ്പോഴും തിരക്കാണ്, വരാതിരിക്കില്ല. അവന് എന്നെ കാണാതിരിക്കാൻ പറ്റില്ല, പക്ഷേ അവൻ്റെ പേര് ഞാൻ മറന്നുപോയി. അവൻ വരാതിരിക്കില്ല, തിരക്കായിരിക്കും. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒന്നിനും നേരമില്ലല്ലോ. ഇതും പറഞ്ഞ് അവർ മുഖത്തൊരു ചിരി വരുത്തും. ഇത് കേൾക്കുമ്പോൾ രാഹുലിൻ്റെ നെഞ്ചു പൊട്ടിപ്പോകും. പക്ഷേ അവൻ ഒരിക്കലും ആ അമ്മയെ നിരാശപ്പെടുത്തില്ല. അവൻ വരും അമ്മേ എന്ന് മാത്രം പറയും. തൻ്റെ ഉറ്റ സുഹൃത്ത് സജിത്ത് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചത് ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പാണ്. അവൻ ഈ അമ്മയുടെ ഒറ്റ മകനായിരുന്നു. അച്ഛനില്ലാത്ത അവനെ താലോലിച്ചു വളർത്തിയ ആ അമ്മയ്ക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. തീർത്തും അവശയായ അവരെ രാഹുലിൻ്റെ അമ്മയായിരുന്നു കുറേ നാൾ നോക്കിയിരുന്നത്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും അവനവൻ്റെ പ്രശ്നങ്ങൾ ആയി തുഴയാൻ തുടങ്ങി. അങ്ങനെയാണ് ഭവാനിയമ്മ ഇവിടെ എത്തിയത്. അവരുടെ ഓർമ്മ പോയിട്ട് നാളുകൾ ഏറെയായി. പക്ഷേ രാഹുലിന് അവർ ഇപ്പോഴും സ്വന്തം അമ്മയെപ്പോലെയാണ്. ഒരു മൂടൽമഞ്ഞു മഴയുള്ള വൈകുന്നേരം രാഹുൽ പതിവ് പോലെ അമ്മയെ കാണാൻ എത്തിയതായിരുന്നു. അവൻ ആ അമ്മയുടെ കയ്യിൽ നിന്നും ആ പഴയ ചാവി നിഷ്കളങ്കമായി എടുത്തു. അമ്മ, ഇത് ഏതു വാതിലിൻ്റെ ചാവിയാണ് എന്ന് ചോദിച്ചു. ഭവാനിയമ്മ കണ്ണുകൾ അടച്ചൊന്ന് ചിരിച്ചു. എൻ്റെ വീടിൻ്റെ താക്കോലാണിത്. ആ വീടിൻ്റെ അകത്തളങ്ങളിൽ എൻ്റെ മകൻ്റെ ബാല്യത്തിലെ കളിയും ചിരിയും ഒക്കെ ഉണ്ടായിരുന്നു. അതെപ്പോഴോ അറിയാതെ നിന്നുപോയി. എങ്ങനെയെന്നറിയില്ല, പക്ഷേ അവൻ്റെ ശബ്ദം മാത്രം ഇപ്പോഴും ഞാൻ പതിവായി കേൾക്കുന്നുണ്ട്. അവൻ വരുമ്പോൾ എനിക്കിത് നേരിട്ട് അവൻ്റെ കയ്യിൽ കൊടുക്കണം. അമ്മയുടെ ഈ വാക്ക് കേട്ട് ദുഃഖിതനായി രാഹുൽ ചാവി അമ്മയുടെ കയ്യിൽ തന്നെ തിരിച്ചു വെച്ചു. അന്ന് പതിവില്ലാതെ ഭവാനിയമ്മ രാഹുലിൻ്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു, മോനെ, നീ വന്നിട്ട് പോകുമ്പോഴാണ് ഞാൻ ആശ്വാസം കാണുന്നത്. നീ എൻ്റെ മകനെ പോലെ മാത്രമല്ല, എൻ്റെ മനസ്സിൻ്റെ ശാന്തി കൂടിയാണ്. എത്ര തിരക്കാണെങ്കിലും ഇവിടം വരെ വന്ന് എന്നെ ഒന്ന് കാണാൻ നീ അവനോട് പറയണം. എനിക്ക് ഈ താക്കോൽ അവൻ്റെ കയ്യിൽ തന്നെ കൊടുക്കണം. എത്ര കാലമായി ഞാനിത് പിടിച്ച് അവനെയും കാത്തിരിക്കുന്നു. അമ്മയ്ക്ക് വയസ്സായി, ഒന്നിനും ആകുന്നില്ല. ഇനിയിപ്പോൾ എൻ്റെ കാര്യമൊന്നും പറയാനും പറ്റില്ല എന്നവനോട് പോയി പറയണം. അവർ അർത്ഥോക്തിയിൽ നിർത്തി ദയനീയമായി എൻ്റെ മുഖത്തേക്ക് നോക്കി. വിഷമത്തോടിത് കേട്ട രാഹുൽ ഒന്ന് മനസ്സിലാക്കി. മറവി ഒരു മോഷ്ടാവല്ല, ചിലപ്പോൾ അത് വേദനയെ മങ്ങിക്കാൻ വരുന്ന ദൈവത്തിൻ്റെ നിഴലാണ്. മറവി വേണ്ടപ്പെട്ടവരുടെ പേരുകൾ മായ്ച്ചേക്കാം, മുഖങ്ങൾ മങ്ങിച്ചേക്കാം, പക്ഷേ സ്നേഹം ഒരിക്കലും നശിക്കില്ല. ഓർമ്മ നഷ്ടപ്പെട്ടാലും ആത്മാവ് തിരിച്ചറിയുന്ന ബന്ധങ്ങൾ നിത്യമായി നിലനിൽക്കും. വേദന നൽകുന്നതൊന്നും അമ്മ ഇനി ഓർക്കരുതേ എന്ന ഒരു പ്രാർത്ഥന മാത്രം. ഒരു കണക്കിന് മറവി ഒരു അനുഗ്രഹമാണെന്ന് രാഹുലിന് അപ്പോൾ സത്യത്തിൽ തോന്നിപ്പോയി. കഥ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ഇനി അടുത്തൊരു കഥയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.